സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനത്തിന് സാധ്യതയെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തുവരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്രമാതീതമായി പകർച്ചവ്യാധികൾ ഉയരാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 മാസങ്ങളിൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് 91 പേരാണ് മരണമടഞ്ഞത്. രണ്ടാഴ്ചയ്ക്കിടെ പകർച്ചവ്യാധികൾ 1 ലക്ഷത്തോളം പേർക്കാണ് പിടിപെട്ടിട്ടുള്ളത്. പ്രശാന്ത ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രശാന്ത, ഇത്തരത്തിൽ മഴക്കാലമാവുകയാണ്, എന്നിരുന്നാൽ കൂടിയും പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം, ആശുപത്രികളിൽ കൃത്യമായൊരു സജ്ജീകരണങ്ങൾ ഇതുവരെയും കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പ് കൊണ്ട് മാത്രം കാര്യമായോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. വിഷ്ണു, സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും ഡെങ്കുവും അടക്കമുള്ള രോഗം പിടിപെടുന്ന സാഹചര്യമുണ്ട്. പകർച്ച വ്യാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് പകർച്ചവ്യാധികളും ബാധിക്കുമെന്നുള്ളത്, അതായത് കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് ഈ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം നിലവിൽ 78,718 പേർക്കാണ് ഇത്തരത്തിൽ ഈ പകർച്ചവ്യാധി മൂലം സംസ്ഥാനത്ത് ആകെ ചികിത്സ തേടിയത്. അതിൽ 294 പേർക്ക് പനിയും 1000 മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ 1567 പേർക്ക് മുണ്ടുനീരും അടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ, അതായത് ഈ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ഏകദേശം 91 പേരാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധി മൂലം മരണമടഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് തലസ്ഥാനത്തുള്ളത്. ഇനി മഴ കൂടി കടുക്കുന്നതോടെ നേരത്തെ തന്നെ ഈ മഴക്കാല രോഗങ്ങൾ മുൻനിർത്തിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഓടകൾ വൃത്തിയാക്കലും അതുപോലെ തന്നെ കൊതുകുകൾ പെരുകുന്നത് തടയുക, ഇത്തരത്തിലുള്ള രോഗപകർച്ചവ്യാധിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയൊക്കെ നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അത് നടപ്പിലാക്കുന്നതിൽ പാളിച്ച സംഭവിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. പകർച്ചവ്യാധി പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിന്മേലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര കണ്ട് കാര്യക്ഷമമായി ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. അതായത് ഇപ്പോഴും മിക്ക സ്ഥലങ്ങളിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പാളിച്ച സംഭവിച്ചതായാണ് വിവരം. ഈ ഓടകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പോലുമില്ല. അതുപോലെ തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ചും മറ്റ് വീടുകൾ കേന്ദ്രീകരിച്ചുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അറിയാം, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലെ കാര്യക്ഷമമില്ലായ്മ വളരെ, അതായത് ഗവൺമെന്റ് സംവിധാനത്തിലെല്ലാം ആരോഗ്യ സംവിധാനത്തിലൊരു കാര്യക്ഷമമില്ലായ്മയുണ്ട്. അത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ പകർച്ചവ്യാധികൾ കൂടി പിടിപെടുന്നതോടുകൂടി നിയന്ത്രണാതീതമായി പോകുന്നൊരു സാഹചര്യം കൂടി എന്തായാലും സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിൽ കൃത്യമായൊരു വ്യക്തതയും പറയുവാൻ സാധിക്കുന്നില്ല. എന്തായാലും കൂടുതൽ ഈ മഴ കൂടി കനക്കുന്നതോടെ, കാലവർഷം കൂടി വരുന്നതോടുകൂടി ശക്തമായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. എന്തായാലും ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് നൽകുന്നത്. വിഷ്ണു, വ്യക്തമാണ്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.